ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളിതാ ഇന്ന് ഈറോഡിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന ഒരു കുഞ്ഞു വ്ളോഗാട്ടോ. ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളൊരു 2:20 ആകുമ്പോൾ, പുലർച്ചെ 2:20 ആകുമ്പോൾ ഈറോഡ് വീട്ടിൽ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു വഴിയത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന അവിടുന്ന് ഒരു വണ്ടിയിൽ പോകുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് ഇല്ല റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഒരു 10 മിനിറ്റേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇതാണ് ഈറോഡ് റെയിൽവേ സ്റ്റേഷൻ. ഇതാ 2:36 ആയിട്ടേ ഉള്ളൂ. ഇപ്പോഴും ആളൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റേഷനിൽ. അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ആളില്ലാത്തൊരു സമയം ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ആളൊക്കെ ഉണ്ട്. ഇതാണ് ടിങ്കി അച്ഛനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അച്ഛൻ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഞങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് കയറി പോവാണ്. ചെറിയ ആൾ എണീറ്റിട്ടുണ്ട്. അവന് പിന്നെ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഞങ്ങളിതാ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്കാണ് പോകുന്നത്, 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക്. അവിടെയാണ് സാധാരണ വണ്ടി വരാറുള്ളത്. ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് ഈറോഡിൽ നിന്ന് കോയമ്പത്തൂരേക്കാട്ടോ കയറുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് കോഴിക്കോടേക്കല്ല പോകുന്നത്. ഈ സമയത്ത് വണ്ടിയില്ല. അപ്പം ഇവിടുന്ന് കോയമ്പത്തൂരേക്ക് പോയിട്ട് കോയമ്പത്തൂരിൽ നിന്ന് മാറി കയറണം ട്രെയിന് കോഴിക്കോടേക്ക്. അപ്പോൾ ഈ സമയത്തൊരു ചായ ഞങ്ങൾ സ്ഥിരമായിട്ട് കുടിക്കുന്നുണ്ട്. ഈ ടിങ്കീൻ്റെ ഈ ഒരു ആക്ഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓൾ ആരെ ഫാനാണെന്ന്. യൂട്യൂബിൽ KL ബിജു ബ്രോൻ്റെ വലിയൊരു ഫാനാട്ടോ. ഋത്തിക്കിനെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അപ്പോൾ മോൻ നല്ല ഹാപ്പി ആയിട്ട് നടക്കുക. ഈ നടക്കാൻ തുടങ്ങിയാൽ പിന്നെ എടുക്കാനേ സമ്മതിക്കില്ല കേട്ടോ. വെറും നടത്തമാണ്. നടക്കുക വീഴ ഇതന്നെ പരിപാടി. ആ സമയം ഇപ്പോൾ 2:48 ട്രെയിന് 3 മണിക്കാട്ടോ. ഞങ്ങൾക്ക് കോയമ്പത്തൂരേക്ക് പോകാനുള്ള ട്രെയിൻ 3 മണിക്കാണ്. ട്രെയിനിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ പ്ലാറ്റ്ഫോം നമ്പർ മാറിപ്പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ വീണ്ടും താഴോട്ട് തന്നെ ഇറങ്ങി. പ്ലാറ്റ്ഫോം നമ്പർ 4 അങ്ങനെ എന്തോ ആണ് ട്രെയിൻ വന്നത്. അപ്പോൾ അവിടുന്ന് അനൗൺസ്മെൻറ്റ് കേട്ടപ്പോൾ ഷിബിനേട്ട വേഗം ഫോൺ നോക്കിയപ്പോൾ സംഭവം ശരിയാണ്, 4 വന്നത്. സാധാരണ 1 വരാറുള്ളത്. ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന ട്രെയിനാണിത്. ഇങ്ങനെ വരുമ്പോൾ ആണ് ഞങ്ങൾക്ക് സുഖം. രാത്രി സ്ലീപ്പർ ബുക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ വരാറില്ല. ഇതാണ് സുഖം. അപ്പോൾ 4 വന്നത്. ട്രെയിനിൽ കയറിയിട്ടോ. ഈ സമയമാകുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. ഈറോഡ് ഒരുപാട് പേര് ഇറങ്ങാനുണ്ടാവും. പിന്നെ കോയമ്പത്തൂരേക്ക് ആയതുകൊണ്ട് തന്നെ കുറേ ദൂരമൊന്നും ഇല്ലല്ലോ, ഒരു 3 മണിക്കൂർ അങ്ങനെ എന്തേ ഉള്ളൂ. അപ്പം ട്രെയിന് ഇറങ്ങാനായിട്ടുണ്ട് കേട്ടോ. കോയമ്പത്തൂർ എത്താനായി. അതിൻ്റെ ഇടയ്ക്ക് കുറച്ചൊന്ന് ഉറങ്ങിപ്പോയി. എല്ലാവരും ഒന്ന് ഉറങ്ങി. ഉറക്കത്തിൻ്റെ നല്ല ക്ഷീണത്തിലാട്ടോ ടിങ്കി. തൂങ്ങി നിൽക്കുക, ഉറക്കം തൂങ്ങി നിൽക്കുക. കോയമ്പത്തൂർ എത്തി. കോയമ്പത്തൂർ ഇറങ്ങുകയാണേ. നേരെ മുന്നിൽ ഒരു വന്ദേ ഭാരത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു 5ലോ 6ലോ അങ്ങനെ എന്തോ ആണ് ട്രെയിൻ വരുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 6 എനിക്ക് തോന്നുന്നത് കേട്ടോ, കോഴിക്കോടേക്ക് പോകാനുള്ള ട്രെയിന്. അപ്പം ഞങ്ങളിതാ അങ്ങോട്ട് പോകണത് ഡബിൾ ഡെക്കറോ എന്തോ ട്രെയിനാണത്. കോയമ്പത്തൂരിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഓർമ്മ ഉണ്ടാവുക ഈശയാണ്. അപ്പോൾ ശിവരാത്രിൻ്റെ എന്തൊക്കെയോ പ്രോഗ്രാമിൻ്റെ ഫ്ലെക്സാണ് ഇപ്പം കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ മുഴുവനായിട്ട് കാണുന്നത്. നേരത്തെ കണ്ട വന്ദേ ഭാരത് തന്നെയാണ് കേട്ടോ അത്. പ്ലാറ്റ്ഫോം നമ്പർ 6ലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ കണ്ട് ഇവിടുത്തെ സ്റ്റെപ്പ് നല്ല ഹരമുണ്ട് കേട്ടോ കാണാൻ. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ഞാൻ അങ്ങനത്തെ സ്റ്റെപ്പ് കണ്ടിട്ടുണ്ട്. പെയിൻറ്റ് ഓരോരോ ചിത്രങ്ങളൊക്കെ ആയിട്ടുള്ള. അതായത് ഇത് എന്തൊക്കെയോ ഫ്ലവറാണ്. ഇതല്ല, ഇതിൻ്റെ മുകളിലുള്ള സ്റ്റെപ്പിൽ ഒരു കടുവ കേട്ടോ. നല്ല രസമുണ്ട് ചെയ്ത് വെച്ചത് കാണാൻ. റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇങ്ങനത്തെ സ്റ്റെപ്പ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഒരു സൗണ്ട് കേൾക്കുന്നില്ല നിങ്ങൾ? ഫാനിൻ്റെ സൗണ്ടാണ് കേട്ടോ. ഒരു രക്ഷയില്ല ഫാൻ ഓഫാക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂടായതുകൊണ്ട് സോറി, ആ ഒരു സൗണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇവിടെയുണ്ട് ഈശേൻ്റെ ഒരു ഫ്ലെക്സ്. 26-ാം തീയതിയുള്ള പരിപാടീൻ്റെ തന്നെയാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഞങ്ങളുടെ ട്രെയിന്. ഇത് ഇവിടുന്ന് 6 മണിക്കേ എടുക്കുകയുള്ളൂ. ഇത് ഇവിടുന്ന് കോയമ്പത്തൂരിൽ നിന്ന് സ്റ്റാർട്ടാവുന്ന ട്രെയിനാണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കില്ല, ഒരു തിരക്കുമില്ല, ആരുമില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സീറ്റും കിട്ടി. പിന്നെ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്
ബുധനാഴ്ച കേട്ടോ, വ്യാഴാഴ്ച രാവിലത്തെ ട്രെയിന്. വ്യാഴം വെള്ളിയാണ് ഇവിടെ ഉത്സവം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടിങ്കി ഉറങ്ങുക എന്ന് പറഞ്ഞാൽ മോന് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. വീട്ടിൽ നിന്നായാലും ഇനി പുറത്തുനിന്നായാലും എവിടെ നിന്നായാലും അവൾ ഉറങ്ങുന്നത് കണ്ട് അവൻ പോയി വിളിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഒരു രക്ഷയില്ല, ടിങ്കി നല്ല ഉറക്കത്തിലാണ്. വായലൊക്കെ കൈയിട്ട് നോക്കുന്നത് എണീക്കാൻ വേണ്ടിയിട്ട് ഇല്ല. ട്രെയിനിന് ഇങ്ങനെ ഒരു ചായ നിർബന്ധം കേട്ടോ, സ്ഥിരമായിട്ട് കുടിക്കുന്നതാണ് ട്രെയിനിൻ്റെ ഈ ചായ. അവനും കുടിക്കുന്നുണ്ട്. ടിങ്കി ചായ കുടിക്കില്ല കേട്ടോ, ടിങ്കി വെള്ളം മാത്രമേ കുടിക്കുള്ളൂ. ടിങ്കിക്ക് ചായ ഇഷ്ടമല്ല. കുറച്ച് ചായ കൊടുത്തുള്ളൂ കേട്ടോ മോന്. ഞങ്ങൾ കുടിക്കുന്ന കണ്ടപ്പോൾ വേണമെന്ന് ഭയങ്കര വാശിയാണ്, ഒരു രക്ഷയില്ലാത്ത. കുറച്ചൊന്ന് ഉറങ്ങിപ്പോയിട്ടോ. കോയമ്പത്തൂരിൽ നിന്ന് സ്റ്റാർട്ടായപ്പം നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല തണുപ്പ് വെച്ചാൽ നല്ല തണുപ്പായിരുന്നു. കുറച്ച് നേരം ആ വിൻഡോൻ്റെ അവിടെ ഗ്ലാസ് താഴ്ത്തിയിട്ടേക്കായിരുന്നു. ഭയങ്കര മഞ്ഞുമായിരുന്നു. അപ്പോൾ അത് വാളയാർ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ ആണ്. വാളയാർ ചെക്ക് പോസ്റ്റ്. ഇത് മറ്റേ റൺവേയിലെ വാളയാർ തന്നെയാണോ എന്ന് എനിക്കറിയില്ല, റൺവേ സിനിമയിലെ. എന്തായാലും വാളയാറിന് ഞാൻ അവിടെ ബോർഡ് കണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പാലക്കാടത്തെ ഒരു വ്യൂ ആണ്. അതിൻ്റെ മുന്നുള്ളതൊന്നും ഞാൻ എടുത്തിട്ടില്ല, വെറുതെ കുറേ നീട്ടി വലിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. പാലക്കാട് ഒരു രക്ഷയില്ലാത്ത നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല മഞ്ഞുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഇത് രാവിലെ എനിക്ക് തോന്നുന്നു ഒരു 7-7:30 ആ സമയമാണ്, പക്ഷെ നല്ല മഞ്ഞാണ്. മക്കൾ 2 ഉറങ്ങായതുകൊണ്ട് മാത്രം കേട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ മോൻ തീരെ സമ്മതിക്കില്ല. ടിങ്കി ഉറങ്ങി എഴുന്നേറ്റല്ല, അവൾ അച്ഛൻ എഴുന്നേറ്റിപ്പിച്ചാണ്, വിളിച്ച് എഴുന്നേൽപ്പിച്ചതാണ്. ഒക്കെ ഉറക്കം കഴിഞ്ഞിട്ടില്ല, ഇനി ഉറക്കം ഉണ്ടെന്ന് പറയുന്നുണ്ട്. നോക്കുമ്പോൾ നമുക്ക് തോന്നില്ല സൂര്യതാമ കൂടെ വരികയാണ്. പിന്നെ ട്രെയിൻ നല്ല സ്പീഡിലാണ് പോകുന്നതെന്ന് ഈ ഒരു വീഡിയോ മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് ഭാരതപ്പുഴേൻ്റെ ഒരു ഭാഗം കേട്ടോ, കാണുന്നുണ്ടോയെന്നറിയില്ല. അപ്പം ഭാരതപ്പുഴയാണത്. അച്ഛനും മോളും നല്ല ഉറക്കമാണ്. ഉറങ്ങിപ്പോയി, ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്കിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഉറങ്ങുന്നത് അത്ര ഒരു ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ ഇങ്ങനെ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കും. ഇത് കോഴിക്കോട് എത്താറായിട്ടോ. അപ്പോഴേക്ക് ചെക്കൻ എണീറ്റു. ഭയങ്കര കച്ചറിയാണ്, ഭയങ്കര അലമ്പാണ്. വെറുതെ ഒച്ച ഉണ്ടാക്കി കരഞ്ഞ് ആളുകളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, പിടിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. പിന്നെ കുറേയൊക്കെ മിസ്സായി. പിന്നെ നമ്മൾ കോഴിക്കോട് ഇറങ്ങുകയാണ്. കോഴിക്കോട് എത്തി, കുറേയൊക്കെ മിസ്സായി. ചെക്കൻ്റെ അലമ്പാക്കലും ഉണ്ട്. കോഴിക്കോട് എത്തുമ്പോൾ എന്താ അറിയില്ല, ഭയങ്കര ഒരു സന്തോഷം, എന്തോ ഒരു ഫീലാണ്. നമ്മൾ ഈ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വരിക എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ഇഷ്ടമാണ്. ശിവനേട്ടനും അതെ, എനിക്കും അതെ. കോഴിക്കോട് എത്തുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ്. ഞങ്ങൾ നേരെ ഓട്ടോ വിളിക്കാൻ വേണ്ടി പോകട്ടോ, വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഓട്ടോ സ്റ്റാൻഡിൽ അവിടെ റെയിൽവേ സ്റ്റേഷനിലുള്ള ഓട്ടോൻ്റെ ക്യൂ കണ്ടപ്പോൾ അത് ഞെട്ടിപ്പോയി. ഭയങ്കര ക്യൂ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ പുറത്തേക്ക് പോയി. റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ഓട്ടോ വിളിച്ചിട്ടില്ല. അപ്പോൾ നേരെ പുറത്തേക്ക് പോയി അവിടുന്ന് ഓട്ടോ എടുത്തിട്ടാണ് വീട്ടിലേക്ക് പോയത്. അപ്പം ഇതൊരു കുഞ്ഞു വ്ളോഗാണ്, ഇതിൽ വലിയ കണ്ടൻറ്റൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ അവിടുന്ന് ഈറോഡിൽ നിന്ന് വരുന്ന ഒരു ചെറിയൊരു വ്ളോഗായിട്ട് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉത്സവത്തിൻ്റെ വ്ളോഗ് പിന്നാലെ വരുന്നുണ്ട്, എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.